ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭീഷണിയാണ് എന്നുള്ള അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ ഇല്ല. നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഇങ്ങനെയുള്ള നിലപാടുകൾ വരുമ്പോൾ അതിന് ഇത് കുറച്ച് വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ഇത്തരം ചില തെറ്റായ രീതികൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അതാരുടെ ഭാഗത്ത് വന്നാലും ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ സഡൻ ആക്ഷൻ തന്നെയാണ് പ്രധാനം. അപ്പോൾ അത് തെറ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല. അതിനനുസരിച്ചുള്ള എല്ലാ നിയമ നടപടികളും പാലിച്ചുകൊണ്ടാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. അതല്ലേ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സർക്കാർ പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ലേ? സർക്കാർ പണിയെടുക്കുന്നത് ഈ കേരളത്തിലെ വലിയ തോതിൽ ജീവിതത്തിന് പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളുടെ പക്ഷത്താണ് ഈ ഗവൺമെൻറ്. പാവപ്പെട്ട ജനങ്ങളുടെ പക്ഷത്താണ് ഈ ഗവൺമെൻറ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഭൂബന്ധങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം എല്ലാവരും ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. പിന്നെ ക്ഷേമ നടപടികൾ, വികസന പ്രവർത്തനങ്ങൾ, ഇവിടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഊന്നൽ. ഗവൺമെൻറ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ നവംബർ മാസത്തിൽ 2025 നവംബർ മാസത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേരളം അതിദാരിദ്ര്യ വിമുക്ത കേരളം. അത് ഇന്ത്യയിൽ ആദ്യമാണ്. അപ്പോൾ അത്തരം നടപടികൾക്കാണ് കേരളത്തിലെ ഗവൺമെൻറ്റിന് ഊന്നൽ. അത് അൻവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറുവഴിയിലേക്ക് തിരിഞ്ഞു പോകുമെന്ന് പറയുന്നത് ശരിയല്ല. ജനങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് പരിശോധിക്കേണ്ടത്. നിങ്ങളൊക്കെയല്ലേ താരപരിവേഷം കൊടുക്കുന്നത്? അൻവറിന് താരപരിവേഷം കൊടുക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾക്കത് അങ്ങനെ കുറച്ചു കാലം ഉണ്ടാവും. ആ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അൻവർ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഭീഷണിയല്ല. അല്ല, അത് ജയരാജൻ തന്നെ അത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെറുതെ വിവാദങ്ങളിലേക്ക് എന്നെ വലിച്ചെടുക്കണ്ട. ജയരാജൻ അത് പോയ സാഹചര്യം എന്താണെന്നുള്ളതൊക്കെ ജയരാജൻ തന്നെ സംസാരിച്ചിട്ടുണ്ട്.